പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രഞ്ജു കൂടി പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ഇതേ തുടർന്ന് ഗോവിന്ദ് ഡോക്ടറെ കാണുന്നതിനായി ചെല്ലുകയും രഞ്ജുവിൻ്റെ കാര്യങ്ങളെ പറ്റി ചോദിക്കുകയും ചെയ്യുന്നു. രഞ്ജുവിൻ്റെ അവസ്ഥ വളരെ മോശമാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഡോക്ടർ. ഞാൻ കാര്യങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് മറച്ചു വയ്ക്കാതെ സംസാരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഡോക്ടർ. രഞ്ജുവിൻ്റെ അവസ്ഥ പരിതാപകരം തന്നെയാണ്. ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇപ്പോൾ അവൾ ക്യാരിയിങ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞതോടുകൂടി ചെക്കപ്പ് വീണ്ടും നടത്തുകയാണ് ചെയ്തത്. കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. രക്ഷപ്പെടാൻ ഉള്ള സാധ്യതയുമില്ല. ഞാൻ പണ്ടേ വാണിംഗ് നൽകിയതാണ്. ഇനി എന്തായാലും വരുന്നത് പോലെ കാര്യങ്ങൾ നോക്കാം എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അല്ലാതെ കൂടുതലൊന്നും ഈ കാര്യത്തിൽ ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഗോവിന്ദ് ഏതറ്റം വരെ വേണമെങ്കിലും പോകാം എന്ന് വ്യക്തമാക്കുകയും രണ്ടുപേരെയും രക്ഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് കേൾക്കുന്ന ഡോക്ടർ, കാര്യങ്ങൾ വിചാരിച്ചതുപോലെ എളുപ്പമല്ല. ഗോവിന്ദ് കാര്യങ്ങൾ തിരിച്ചറിയാൻ തയ്യാറാകണം. വളരെ ക്രിട്ടിക്കലായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പണ്ടേ ഞാൻ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ പരമാവധി ശ്രമിക്കാം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ ഗോവിന്ദിന്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് പ്രഗ്നൻസിയുടെ ഡേറ്റ് വരുന്നത്. ഇതോടെ ഡോക്ടർമാർ കാര്യങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നതിനായി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ്. രഞ്ജുവിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ എന്ന് ഗോവിന്ദ് ചോദിച്ചതിനെ തുടർന്ന് രണ്ടിലൊരാളെ രക്ഷിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഡോക്ടർ. ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയും ഇതേ തുടർന്ന് ഓപ്പറേഷൻ നടത്താനുള്ള തീരുമാനത്തിൽ എത്തുകയും ചെയ്തിരിക്കുകയാണ്. ഒടുവിൽ ഗോവിന്ദിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ വാർത്ത പുറത്തു വരുന്നു. തിയേറ്ററിൽ നിന്ന് തിരികെ ഇറങ്ങുന്ന ഡോക്ടർ ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുകയും കുഞ്ഞിനെ രക്ഷിക്കാൻ മാത്രമാണ് സാധിച്ചിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്യുന്നു. ഞങ്ങൾ രഞ്ജുവിനെ രക്ഷിക്കുന്നതിന് പരമാവധി ശ്രമിച്ചു, പക്ഷേ അതിന് സാധിച്ചില്ല. ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് വ്യക്തമാക്കുകയും ഇതേ തുടർന്ന് രഞ്ജുവിൻ്റെ കുഞ്ഞിനെ കൈമാറുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ആകെ തകർന്നു പോകുന്ന ഗോവിന്ദ് പക്ഷേ കുഞ്ഞിനെ കണ്ടതിനെ തുടർന്ന് സന്തോഷിച്ചിരിക്കുകയാണ്. രഞ്ജുവിന് ഒരു ആൺകുഞ്ഞാണ് ജനിച്ചത്. ഇതോടെ കുഞ്ഞിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്നതിനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഗോവിന്ദ് വിജയലക്ഷ്മിയെ ചെന്ന് കാണുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. തൻ്റെ മകളുടെ വിയോഗം വിജയലക്ഷ്മിയെ തകർത്ത് കളയുന്നുവെങ്കിലും ഇപ്പോൾ ജീവിക്കുന്നതിന് വേണ്ടി പുതിയൊരു പ്രതീക്ഷ അവൾ നൽകിയിട്ടാണ് പോയിട്ടുള്ളത് എന്ന് വിജയലക്ഷ്മി പറയുകയും ചെയ്തിരിക്കുകയാണ്. ഗീതവും ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.